ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽസ് ഹാപ്പി വേയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബീൻസ് തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഞാനിവിടെ 1/4 കിലോ ബീൻസ് എടുത്തിട്ടുണ്ട്. നാടൻ ബീൻസ് കിട്ടുകയെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. നന്നാക്കിയിട്ട് നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. വളരെ നൈസാവരുത്, ഒരു മീഡിയം തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ വേവില്ല. അത് കാരണം തിക്നെസ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തിക്നെസ്സിൽ നിങ്ങൾ അരിഞ്ഞെടുക്കണം. ഇത് കാണിച്ചു തരാം. ഈ തിക്നെസ്സിൽ. പിന്നെ വേണ്ടത് സവാളയാണ്. ഞാനൊരു മീഡിയം സൈസ് സവാള, അധികം വലുതല്ല, എടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഞാനിവിടെ 1/4 കിലോനെ എടുത്തിട്ടുള്ളൂ. അതുകാരണം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ വറ്റൽമുളക് വേണം. വറ്റൽമുളക് 1 2 എടുക്കാം. പിന്നെ വേണ്ടത് കടുകാണ്. പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പ് വേണം. ഞാൻ ഈ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഉഴുന്നും പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കറിവേപ്പിലയും ആവശ്യത്തിനെടുക്കാം. ഇനി നമുക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. പടി പിടിക്കുകയുമില്ല, എളുപ്പത്തിലാവുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തീ സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉഴുന്നും പരിപ്പ് ഒന്ന് കളർ മാറി വരുമ്പോൾ, ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. തീ സിമ്മിലിട്ടതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. നല്ല ചൂടിലാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്താൻ നിർബന്ധമില്ല. ശേഷം ഇതിലേക്ക് സവാള ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർക്കാം. നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് വഴഞ്ഞു വരണം. അതിനു വേണ്ടി നമുക്ക് കുറച്ച് സവാള പെട്ടെന്ന് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില ചേർക്കുക. ഈ മീഡിയം ഫ്ലെയിമിലില്ല. ഈ സമയത്ത് പെട്ടെന്ന് ആയി കിട്ടും. പാൻ നല്ല ചൂടാണെങ്കിൽ സിമ്മിലേക്ക് മാറ്റാം. സവാളയുടെ കളറൊന്നും മാറി വരണ്ട, ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, അധികം വേണ്ട, 1/4 ടീസ്പൂൺ താഴെ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നാലും മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് കുത്തുണ്ടാവും, അത് മാറിക്കിട്ടും. സിമ്മിലിട്ട് വഴറ്റണേ. പൊടി ചേർക്കുമ്പോൾ എപ്പോഴും സിമ്മിലിടണേ. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായി വാഷ് ചെയ്ത് അരിഞ്ഞു വെച്ച ബീൻസ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഈ നുറുക്കിയത് നാടൻ ബീൻസ് അല്ല. നാടൻ ബീൻസ് ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ബീൻസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മൂക്കാത്ത് തിരഞ്ഞെടുക്കണം, അതാണ് ടേസ്റ്റ്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഒന്ന് നോക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ സവാള വഴറ്റുമ്പോൾ ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിരിക്കും. സ്വല്പം ഉപ്പ് ചേർക്കുക. കൂടുതൽ ചേർക്കരുത്. പകുതി വെന്തതിന് ശേഷം നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ചേർക്കുക. നമ്മൾ അടച്ച് വെച്ചിട്ട് സിമ്മിലിടണം. അതായത് ഗ്യാസിൻ്റെ ഏറ്റവും ചെറിയ ബർണറിൽ വയ്ക്കുക. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം നന്നായി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ
ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു അടച്ച് വയ്ക്കുക. സിമ്മിലിട്ട് നമ്മൾ വേവിക്കുക. അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. വെച്ച് നോക്കട്ടെ. പകുതി വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മൾ വീണ്ടും സിമ്മിലിട്ടിട്ട് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടിയും കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. ഇതൊക്കെ ഏകദേശം വെന്തു. അധികം അങ്ങനെ ഉടഞ്ഞതാവണ്ട. നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ സോഫ്റ്റായിട്ട് കഴിക്കാൻ കിട്ടും. അതുപോലെ ബീൻസിൻ്റെ ഒരു പച്ചച്ചോയ പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ഇത് കഴിക്കുമ്പോൾ. അല്ലാതെ നന്നായി ഉടഞ്ഞതാവണ്ട. നമ്മൾ എടുത്ത് വെച്ച തേങ്ങയില്ലേ ചേർക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.